അങ്ങനെ നാരായണ 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 മന്ത്രം ചൊല്ലി വഴിയാലെ വഴി ചെല്ലുന്നല്ലോ. വിഷ്ണു ഭഗവാനെ നേടി 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 വിളി പകരുമ്പോ വിഷ്ണു ഭഗവാനായിരിക്കുന്നു. പാർവതിയെയും കണ്ടു പാർവതിയോട് ചോദിച്ചു, അല്ലയോ എന്റെ പാർവതി മാതാവേ, എന്തിനെ കൊണ്ടാണ് മാതാവേ ഇവിടെ വന്നെന്നെ നേടി നേടി വിളിച്ച കാര്യം കാരണങ്ങള് എന്താണെന്ന് ചോദിക്കുമ്പോ പാർവതി മാതാവായിരിക്കുന്നല്ലോ. അന്നേരത്ത് ഇവിടെ പറഞ്ഞു, അല്ലയോ എന്റെ വിഷ്ണു ഭഗവാനെ, അച്ഛൻ പരമേശ്വര ഭഗവാനായിരിക്കുന്നു. പള്ളിവേട്ടനാട്ടിന് വഴി പോകുമ്പോ ഏതോ ഒരു കരിനീലി കാട്ടാളത്തിൽ പെണ്ണിനെ കണ്ടു. അവളോട് ചില മോഹങ്ങളൊക്കെ തീർക്കുവാനും ചെന്നപ്പോ അവളായിരിക്കുന്നു ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ചതിയുരുട്ടുകളാൽ പറഞ്ഞിട്ടുണ്ട്. വെറ്റിക്കണ്ടം ചിറ്റേരിയം ചങ്ങലൻ പാറ ഉറക്കറപ്പാളത്തിൽ വെച്ചുകൊണ്ട് തീർത്തുകൊടുത്തിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് വിഷ്ണു ഭഗവാനെ നല്ലൊരു അംഗോപദേശം ചൊല്ലിത്തായോ എന്നതിനെ കേൾക്കുമ്പോൾ വിഷ്ണു ഭഗവാനായിരിക്കുന്നല്ലോ. പാർവതിയോട് പറഞ്ഞു, അല്ലയോ പാർവതി മാതാവേ, നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ കരിനീലി കാട്ടാളത്തി പെണ്ണിനെ കുറിച്ച്? ഇത്ര നാളായിട്ടും ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല. പറ്റുമെങ്കിൽ ആ പെണ്ണിന്റെ മായാവേഷം നിങ്ങളൊന്ന് അവതരിക്ക്, ഞാനൊന്ന് കാണട്ടെ എന്നും പറയുമ്പോ 6 നാഴികയ്ക്ക് 100 വേഷം അവതരിക്കുന്ന പാർവതി മാതാവായിരിക്കുന്നല്ലോ. കൂടിവാക പെണ്ണിന്റെ മായാവേഷം അവതരിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ തിരുവിലങ്ങ്